ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ്. ഇതിൻ്റെ ഏജ് വരുന്നത് 4 to 5 ഇയേഴ്സാണ്. ഇനി വേണ്ടത് 1/4 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ തുണിയാണ്. ഇനിയാണ് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പാൻറ്റ് തയ്ക്കണേ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഈ തുണീനെ 4ആയിട്ട് ഇതുപോലെ മടക്കണം. ഇതുപോലെ നമുക്ക് 4 ലെയർ കിട്ടും. ഇതിൻ്റെ ഒരു അളവ് പാൻറ്റ് എടുത്ത് നോക്കാം. ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള പാൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത അളവ് നോക്കാം. ഇതിൻ്റെ ക്രച്ച് ലെങ്ത് വരുന്നത് 8 ഇഞ്ചാണ്. പിന്നെ വേസ്റ്റിൻ്റെ വീതി വരുന്നത് അത് ഇതുപോലെ വലിച്ചു പിടിക്കേണ്ട, സാധാ അതുപോലെ വെച്ചാൽ മതി. 9 ഇഞ്ചാണ് വേസ്റ്റ് ഒരു സൈഡിലത്തെ വരുന്നത്. ഇനി ഈ തുണീനെ ഞാൻ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മടക്കിയ വശത്ത് നമുക്ക് ഈ പാൻറ്റിന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ആദ്യം അരവണ്ണം അടയാളപ്പെടുത്താം. അപ്പോൾ 18 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 4.5 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു 4 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. അത് നമുക്ക് ഇലാസ്റ്റിക് ഇടുമ്പോൾ ചുരുക്ക് വരാനാണ്. ബാൻഡിൻ്റെ വീതി ഇവിടെ വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ പാൻറ്റിന് ബാൻഡ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ ക്രച്ചിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബാൻഡ് തയ്ക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഈ തുണിയിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ തുണിയുടെ ഫുൾ ലെങ്ത്ത് ഞാൻ പാൻറ്റിൻ്റെ ഇറക്കമായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇനി താഴേക്ക് ഇതുപോലെ പാൻറ്റിന് ഷേപ്പ് കൊടുക്കുക. ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് ചുരുങ്ങി പോണതുകൊണ്ട് കുറച്ച് 1 ഇഞ്ച് ഞാൻ നീക്കിയിട്ടാണ് അടയാളപ്പെടുത്തിയത്. ഇനി തയ്യൽ തുമ്പും 1 ഇഞ്ച് വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇതുപോലെ ക്രച്ചിന് ഷേപ്പ് കൊടുത്തിട്ട് നേരെ താഴേക്ക് ഇതുപോലെ വെട്ടിപ്പോകാം. ഈ മുകളിലത്തെ ഭാഗം നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് 2 പീസ് തുണി കിട്ടിയിട്ടുണ്ട്. ഇനി ബാൻഡ് തയ്ക്കാനുള്ള തുണി മാർക്ക് ചെയ്യാണ്. അപ്പോൾ 6 + 3 = 9 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 6 എന്ന് പറയുന്നത് ഈ ക്രച്ചിൻ്റെ ലെങ്ത്താണ്. ബാക്കി വരേണ്ടത് 2 ഇഞ്ചാണ്. അതായത് 8 ഇഞ്ചായിരുന്നു നമ്മുടെ ക്രച്ച് ടോട്ടൽ വരുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ബാൻഡിന് എടുക്കുകയാണ്. അതാണ് 3 ഇഞ്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 ഇഞ്ചാണ്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് വരും. അപ്പോൾ താഴത്തെ ഭാഗം 6 ഇഞ്ചും മുകളിൽ 3 ചേരുമ്പോൾ 9 ഇഞ്ചാണ് ടോട്ടൽ കിട്ടുന്നത്. ഇനി 2 തുണിയും നമ്മളിതുപോലെ ജോയിൻ ചെയ്യണം. ഇത് വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. നമ്മൾ വേസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയത് 9 ഇഞ്ചാണ്. അപ്പോൾ ഇത് ടോട്ടൽ 18 ഇഞ്ച് വരുന്നുണ്ടോ നോക്കണം. കൂട്ടത്തിൽ തയ്യൽ തുമ്പും കൂടുതലിടാം. തുണി കൂടുതൽ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ചുരുക്കി ഇട്ടിട്ട് അത് പോയിക്കോളും. ഇനി ഈ പാൻറ്റിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ക്രച്ചിൻ്റെ ഭാഗം ഈ 2 സൈഡും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. രണ്ട് വശം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ തുണീനെ ഇതുപോലെ മിഡിൽ പോർഷനായിട്ട് ഇതുപോലെ തുണീനെ നിവർത്തിയിടുക. ഇനി താഴത്തെ കാലിൻ്റെ ഭാഗത്ത് വീതി നമുക്ക് അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്ന് മടക്കി വശത്തുനിന്ന് ഇങ്ങോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മുകളിലേക്ക്
ഈ ക്രൊച്ചിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ഇതുപോലെ ഷേപ്പിൽ തയ്ച്ചു വരികയാണ്. തയ്ക്കുമ്പോൾ ആദ്യം കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചു വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ബാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ബാൻഡിൻ്റെ തുണി ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഇതുപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇവിടെ ബാൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബാൻഡിൻ്റെ തുണീൻ്റെ നീളവും ഈ പാൻറ്റിൻ്റെ വേസ്റ്റിൻ്റെ നീളവും കറക്റ്റായിട്ട് എടുക്കണം. ഇവിടെ ഇപ്പോൾ ബാൻഡ് മടക്കിയതുപോലെ തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ ഈ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇതുപോലെ ആണ് നമ്മൾ ബാൻഡ് തയ്ക്കുന്നത്. അപ്പം ബാൻഡ് തയ്ക്കുമ്പോൾ അതിൻ്റെ നീളവും വേസ്റ്റിൻ്റെ നീളവും കറക്റ്റായിട്ട് എടുക്കാൻ നോക്കാം. അതുകൊണ്ടാണ് വേസ്റ്റ് തയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൂടുതലായിട്ട് നമ്മൾ വേസ്റ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടുമ്പോൾ കൂടുതൽ ചുരുക്കം കിട്ടും. ഇനി ഇലാസ്റ്റിക്കിൻ്റെ നീളം എത്രയാണ് എടുക്കണേന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് വീതിയുള്ളൊരു ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തത് 20 ഇഞ്ചും. അപ്പോൾ വേസ്റ്റിനേക്കാളും ഞാൻ 1 ഇഞ്ച് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കുറച്ച് പോകും. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാൻറ് എല്ലാം തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ ഇലാസ്റ്റിക്കൊക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.